ഇന്നത്തെ വീഡിയോ ഈശ്വരൻ നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്ന ചില സമയത്തിൻ്റെതായ കണക്കുകൾ. അതായത് ക്ലോക്കുകളിലൊക്കെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ചില സമയക്രമങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തു ഫലമാണ് പ്രദാനം ചെയ്യുന്നത് എന്നുള്ള ഒരു നോട്ടമാണ്. അതായത് ശുഭകരമായ പല കാര്യങ്ങളെയും നമ്മളെ അറിയിക്കുന്ന ഒരു സമയങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ഇപ്പോൾ ആദ്യമായി തന്നെ 10:10 എന്ന ഒരു സമയം നിങ്ങൾ ഇടയ്ക്കിടെ കാണുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈശ്വരൻ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെതായ ഒരു അറിവാണ്. അതായത് ദൈവം, നമ്മൾ വിളിക്കുമ്പോൾ ദൈവത്തെ കാണുന്നില്ല അല്ലെങ്കിൽ ദൈവം വിളി കേൾക്കുന്നില്ല എന്ന ഒരു ഇതാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ 10:10 എന്ന സംഖ്യ, ആ ഒരു ടൈം നിങ്ങൾ കാണുന്ന സമയങ്ങളിലൊക്കെ ഓർക്കുക, ഈശ്വരൻ നിങ്ങൾക്ക് ഒപ്പം തന്നെ ഉണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ 11:11 എന്ന ഒരു സമയം ഇടയ്ക്കിടെ നിങ്ങൾ വാച്ചിൽ കാണുന്നുണ്ടോ, മൊബൈലിൽ കാണുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, നിങ്ങൾ ശരിയായ ഒരു പാതയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. അതായത് സഞ്ചരിക്കുന്ന പാത വ്യത്യസ്തമായി ചിന്തിക്കേണ്ടതില്ല. നീ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഒരു പാത വളരെയധികം ശരിയായിരുന്ന ഒരു പാതയാണെന്നാണ്. രണ്ടാമത്തെ കാര്യം, ഈ 11:11 കൊണ്ട് മറ്റൊരു ഗുണമുണ്ട്. ഈ 11:11 എന്ന് പറയുന്ന ഈ ഒരു സമയത്തിൽ, അതായത് ഈ 11:11 എന്ന സമയം നിങ്ങൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യുക, ഒരു 20 രൂപ നോട്ട് എടുത്ത് നന്നായിട്ട് പൊതിഞ്ഞ് വയ്ക്കുക. പൊതിഞ്ഞു വച്ചതിന് ശേഷം നിങ്ങൾ ഈ 11:11 എന്ന സമയം കാണുന്ന ആ ഒരു വേളയിൽ നിങ്ങളുടേതായ പേഴ്സിലോ പണപ്പെട്ടിയിലോ സൂക്ഷിച്ചു വയ്ക്കുക. ശേഷം നിങ്ങൾക്ക് ധനം വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് ഇപ്പോൾ ചോദ്യ നക്ഷത്രം ഉള്ള വീട്ടുകളിൽ അന്നം മുട്ടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഏതൊരു അവസരത്തിലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ആവശ്യത്തിനുള്ള പണം വന്നു ചേരുന്ന സാഹചര്യവും ഈ 11:11 നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. അതുപോലെ 12:12 എന്ന ഒരു ടൈം നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അടിക്കടി കാണുകയാണെങ്കിൽ ഓർക്കുക, നല്ല ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു അടുപ്പം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ്. അതായത് നിങ്ങളെ സഹായിക്കാനായി ഒരു നല്ല വ്യക്തി വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇവിടെ കാണുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായഹസ്തവുമായിട്ട് ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് 12:12 എന്ന ആ ഒരു സമയം. അതുപോലെ 1:11, അതായത് ഉച്ചയ്ക്ക് 1:11 എന്ന ആ ഒരു സമയം നിങ്ങൾക്ക് കാണുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ ചിന്തകളിൽ എപ്പോഴും വളരെയധികം ശ്രദ്ധ വേണമെന്നാണ് പറയുന്നത്. അതായത് ശരിയായ പാതയിലൂടെ ചിന്തിച്ച് മുന്നിലേക്ക് പോവുക, അനാവശ്യമായ ചിന്തകളൊക്കെ ഒഴിവാക്കുവാനാണ് അത് പറയുന്നത്. അപ്പോൾ ശരിയായ ചിന്തകൾ നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് 1:11 എന്ന സമയം. മറ്റൊന്ന് 2:22, 2:22 നിങ്ങൾ എപ്പോഴും കാണുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെ തേടി പണം വരുന്നു എന്നാണ്. അതായത് തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ സഹായമായിട്ടോ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് പണം വന്ന് ചേരുമെന്നാണ് അത് പറയുന്നത്. ഒരു പെട്ടെന്ന് അത്യാവശ്യത്തിൽ നിങ്ങളുടേതായ കൈകളിൽ പണം വന്നു ചേരുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഈ 2:22 നിങ്ങൾ ഇടയ്ക്കിടെ കാണുന്നു എങ്കിൽ അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ 3:33 ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എവിടെയെങ്കിലും പുതിയ യാത്രകൾ പോകുവാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്താനുള്ള സമയമായിരിക്കുന്നു എന്ന് പറയുന്നു. തൊഴിൽപരമായ അന്വേഷണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ടോ നിങ്ങൾ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് ഇവിടെ ആ ഒരു 3:33 നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ 4:44 നിങ്ങൾ അടിക്കടി കാണുന്നുവെങ്കിൽ നിങ്ങളുടേതായ പൂർവ്വജന്മത്തിൽ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ആത്മാക്കളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ആശീർവാദം ചൊരിയുന്നു എന്നുള്ളതാണ്. അതായത് അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ ഇങ്ങനെയുള്ളവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുന്നു. അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം തുറന്നു തരുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആത്മശാന്തി ലഭിക്കാതെ ഇരിക്കുന്നതല്ല, എനിക്ക് ആത്മശാന്തി ലഭിച്ചിട്ടുണ്ട്, അത് നിന്നിലൂടെ ഞാനത് പ്രവഹിച്ച് നിനക്ക് നന്മ ചെയ്യുമെന്നുള്ളതാണ് 4:44 സൂചിപ്പിക്കുന്നത്. അതേപോലെ 5:55 നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ മാറ്റം
വന്നു ചേരാനായിട്ട് പോകുന്നു. ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടേതായ ജീവിതത്തിൽ ഒരു കഷ്ടതകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പുതിയ മോചനം അല്ലെങ്കിൽ ഒരു പുതിയ വഴി, ഒരു മാറ്റം തുടങ്ങാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് നീ വിഷമിക്കേണ്ടതില്ല എന്ന് നിങ്ങളെ അടിക്കടി ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഖ്യയാണ് 5:15 എന്ന ആ ഒരു സമയം. അപ്പോൾ ഈ സമയങ്ങളൊക്കെയും ഇത്രത്തോളം നല്ല രീതിക്ക് നിങ്ങളെ കാട്ടിത്തരുന്നു. നിങ്ങൾ ഇടയ്ക്കിടെ ഒരു ദിവസത്തിൽ 2-3 തവണ കാണുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. പലപ്പോഴും പലർക്കും ഈ ഒരു ടൈം കണ്ണിൽ വന്ന് പെട്ട് നിൽക്കുന്ന സമയം, ചിലപ്പോൾ മൊബൈൽ എടുക്കുന്ന സമയത്തായിരിക്കും അത് കാണുക. 11:11 എന്ന സമയം, അല്ലെങ്കിൽ 10:10 എന്നൊക്കെയുള്ള സമയങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണുകളിൽ പെടും. അത് നിങ്ങളിൽ സൂചനകൾ നൽകുന്ന ഒരു സമയമാണ് എന്ന് ഓർക്കുക. ഒരുപാട് പേർക്ക് ഈ ഒരു അനുഭവങ്ങൾ വന്നു ചേരുന്നു. ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ കാട്ടിത്തരുന്ന വഴികളാണ്. അതാണ് സമയം. സമയം നമ്മളെ കാത്ത് ഒരിക്കലും നിൽക്കില്ല. നമ്മൾ സമയത്തിനെ കാത്ത് വേണം നിൽക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സമയങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, അതിൻ്റെതായ നന്മ തിന്മകൾ നമ്മളിലെ തേടി വരുന്ന ഒരു സാഹചര്യത്തെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതിൻ്റെതായ ഫലവും നിങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് ശ്രമിക്കുക.